ഒരു കിടിലം ബോട്ട് യാത്ര വീഡിയോ ആണ്. ഇറ്റലിയിൽ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ട് ഒരു 1 hour നീണ്ടു നിൽക്കുന്നൊരു ബോട്ട് യാത്ര വേറെ വീഡിയോസാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഇറ്റലിയിൽ വന്നിട്ട് ഈ പർവ്വതങ്ങളുടെ സൈഡിൽ കൂടെ ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ബോട്ട് യാത്ര, അതിൻ്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോസിൽ വരാൻ പോണത്. അപ്പോൾ എല്ലാവരും കാണാം. പോർട്ടിൽ നിന്ന് നമ്മുടെ ബോട്ട് എടുക്കാനായിട്ട് ഇനി കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ. അതേ എടുത്തു. മുതിർന്ന ആൾക്കാർക്ക് 12 യൂറോയാണ് വരുന്നത്, ചെറിയ കുട്ടികൾക്ക് 9 യൂറോ. ആ റേറ്റിന് നമുക്ക് ഈ യാത്രകൾ അവൈലബിൾ ആണ്. തിരിച്ച് വരണമെങ്കിൽ നമുക്ക് ബസ് പിടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പൈസ കുറയ്ക്കാൻ പറ്റും. ഞാൻ തിരിച്ച് ബോട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. 12 യൂറോ തിരിച്ച് നമ്മൾ കൊടുത്ത് അവിടെ നിന്ന് റിട്ടേൺ ബോട്ട് യാത്ര തന്നെ. അത്യാവശ്യം നല്ല വ്യൂ പോയിൻ്റ് ഉള്ളൊരു ഏരിയയാണ് ഈ ഒരു സ്ഥലങ്ങൾ വരുന്നത്. ഇന്നതായിട്ടുള്ള സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. നമുക്ക് ടോപ്പിലോട്ടും മലയുടെ ഒരുവിധം ദിശയിലേക്ക് നമുക്ക് സ്റ്റെപ്പ് കയറി എത്താൻ പറ്റും. താഴെ നമ്മൾ വന്ന വഴി കടൽ, നേരെ മുകളിലോട്ട്. ഈ സ്ഥലത്ത് മുന്നേ സൈക്കിളിൽ വന്നിട്ടുണ്ട്. അപ്പുറത്തുനിന്ന് പകാനി നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ മല മണ്ട കയറി നേരെ ഇവിടെ സൈക്കിളിൽ വന്ന്
നമ്മളിപ്പോൾ ബോട്ട് കയറിയ ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ട്രെയിൻ കയറി തിരിച്ച് പോയിട്ടുണ്ട്. ഇത് ഫുള്ള് നമ്മൾ ബോട്ടിൽ വന്ന് ഈ ഒരു ലൊക്കേഷൻ മാത്രം കറങ്ങിയടിച്ച് വീണ്ടും നമ്മൾ ബോട്ടിൽ തന്നെ തിരിച്ച് പോവുകയാണ്. ട്രെയിൻ പിടിച്ച് തിരിച്ച് കയറി പോകും. എത്തി നമ്മൾ തിരിക്കുകയാണ്, യാത്ര തിരിക്കുകയാണ്. ഈ കടലിൻ്റെ ഒരു കുളിയും കുളിച്ച് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസ് കാണാം. നല്ലൊരു കുളിയും കുളിച്ച് ചാടി വേഗം കയറി. നല്ല പെരും മഴ തുടങ്ങി. കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഈവനിങ് ഫുള്ള് മഴ കേട്ടോ. സമ്മർ തീരാൻ പോണതിൻ്റെ ലക്ഷണമാണ്. നല്ല മഴ. അതിന് മുന്നേ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ സൈക്കിളിൻ്റെ അടുത്ത് എത്തി. ഇനി നേരെ സൈക്കിൾ ട്രെയിനിൽ കയറ്റി വീട്ടിലോട്ട്